ഞാൻ മോര് കാച്ചുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു 1/2 ലിറ്റർ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് വൈപ്പ് ചെയ്ത് എടുക്കുന്നു. വൈപ്പ് ചെയ്ത് വെച്ചിരിക്കണം. മിൽമയുടെ തൈരാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൈര് എടുക്കാം. അതിന് വേണ്ടുന്ന തേങ്ങ എന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങയെ എടുത്തിട്ടുള്ളൂ. കുറച്ച് തേങ്ങ, കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് അരച്ച് വെച്ചിരിക്കണം. നന്നായിട്ട് അരയണം. വറ്റൽമുളക് ചേർക്കരുത്. ഇനി അതിന് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിതിപ്പോൾ പറയുന്നത് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. ഈ കുട്ടികൾ എല്ലാം വിദേശത്തൊക്കെ പോകുമ്പോൾ അവർക്കൊന്നും അറിയില്ലല്ലോ എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകളെന്ന് അറിയില്ല. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്. എൻ്റെ മോള് തന്നെയാണെങ്കിലും ചോദിക്കും, ഒരു ഓഡിയോ ക്ലിപ്പ് ഇടാവോ ഓരോ കറിയുടെ എന്ന്. അപ്പം ഇതെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോസ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന കടുക് പൊട്ടിക്കാനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉലുവ എടുക്കണം. ഉലുവ എന്ന് പറയുമ്പോഴത്തേന് ഇത്രയും ഉലുവ. അതുപോലെ തന്നെ കടുകും ഉലുവയും. പിന്നെ അതിന് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കറിവേപ്പില, വറ്റൽമുളക് ഒരു 7 എണ്ണം ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇതെന്തിനെന്ന് പറഞ്ഞാൽ കടുക് പൊട്ടിക്കുന്നതോടൊപ്പം ഗാർണിഷ് ചെയ്യുകയും കൂടി ചെയ്യാനായിട്ടാണ് ഈ വറ്റൽമുളക് ഇത്ര എടുത്തിരിക്കുന്നത്. നമ്മളത് അരയ്ക്കണ്ട. നമ്മൾ ഒരു മുളകും പച്ചമുളകും അരയ്ക്കുന്നില്ല, വറ്റൽമുളകും അരയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ ഇഞ്ചി ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ചിലർ ഇഞ്ചിയും വെളുത്തുള്ളിയും അരയ്ക്കുന്നവരുണ്ട്. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാനിത് കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിലിടുകയാണ്, വഴറ്റിയെടുക്കുകയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി 2ആയിട്ട് കീറി വെക്കുന്നു. പച്ചമുളക് ഒരു 2 എണ്ണേ ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ വറ്റൽമുളക് ചേർക്കുമ്പം അതിനൊരു എരിവുണ്ടല്ലോ. വറ്റൽമുളക് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കുകയാണ്. ഗ്യാസ് ഓണാക്കി അതിനുശേഷം കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ, ഒത്തിരി എണ്ണ ഉപയോഗിക്കേണ്ട. കുറച്ച് എണ്ണ എടുക്കുക. ആ എണ്ണ എടുത്തിട്ട് ഞാനിവിടെ ആദ്യം ഉലുവയാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഉലുവ ഇടണമെങ്കിൽ ഉലുവ ഇടാം, അല്ലെങ്കിൽ കടുകാണെങ്കിൽ കടുക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതുണ്ടോ, ഇത്രയാണ് ഉലുവയും ഇത്രയും കടുകുമാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എടുക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ ഉലുവയും കടുകും ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന ഒരു മൂപ്പത്തൊന്ന് നമുക്കറിയാമല്ലോ. മൂപ്പത്തി കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളതിനകത്തേക്ക് ആഡ് ചെയ്യണം. തീയൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുന്നതാണ് നല്ലത്. നന്നായിട്ട് വലിയ കൂടിയ തീയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിടുക. ഇനി നമ്മൾ ഓരോന്നുമായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് അതിനുശേഷം വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വെള്ളം ചേർത്ത് നന്നായിട്ട് വഴറ്റുന്നു. ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മളത് നിർത്തിയിട്ട് വല്ലാണ്ട് കരിഞ്ഞു പോകരുത്. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നിർത്താം.
ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചാണ് ചേർക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് അവനവൻ്റെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വഴറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗാർണിഷ് ചെയ്യുമ്പോഴത്തേന് കാണാനൊക്കെ ഒരു നല്ല ഭംഗി ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക. ഇത് ഒരുവിധം ബ്രൗൺ ആകുമ്പോൾ നമ്മളതിൻ്റെ കുറച്ച് എടുത്ത് മാറ്റി വെക്കുകയാണ്. പകുതി കണ്ട് നമ്മളതെടുത്ത് മാറ്റി വെക്കുന്നു. ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുന്നു. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ അരപ്പ് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ശരിക്കും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയതിനകത്തേക്ക് ചേർക്കുക. ചേർത്തിട്ട് ഇത് കുറുകി വരുന്ന പരുവം അപ്പോൾ വേണം നമ്മൾ പൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിനകത്തേക്ക് എടുക്കാനായിട്ട്. അതുപോലെ മഞ്ഞളും കൂടുതൽ ചേർക്കരുത്. നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേന് ഞാനിവിടെ ഉപ്പ് പൊടിയാണ് അല്ല കേട്ടോ എടുത്തിരിക്കുന്നത്, കല്ലുപ്പാണ്. അതുകൊണ്ട് അതിൻ്റെ നീരാണ് ഒഴിക്കുക. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപ്പൊഴിക്കുക. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേന് നന്നായിട്ട് കുറുകിയിട്ട് ഈ വൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ചേർക്കുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റ് അപ്പോഴാണ്. അതുപോലെ ഒന്ന് ചെറു ചൂടാകുമ്പോൾ നിർത്തുകയും ചെയ്യണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഇളക്കുമ്പോൾ നമ്മൾ ഒരേ ഡയറക്ഷനിൽ ഇളക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞാലും പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരേ ഡയറക്ഷനിൽ ഇളക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. കണ്ടോ കുറുകി വരുന്നുണ്ടോ? ഈ കുറുകി വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ തൈര് വൈപ്പ് ചെയ്ത് വയ്ക്കുന്ന തൈര് ആഡ് ചെയ്യണം. അപ്പോൾ തീ നമ്മൾ സിമ്മിലാക്കണം. നല്ല തീയിലേക്ക് ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സിമ്മിലാക്കിയതിന് ശേഷം ഇത് തൈര് വൈപ്പ് ചെയ്തിരിക്കുന്ന തൈര്, അതായത് മോര് നമ്മൾ ആഡ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് വേണം. ഉണ്ടാക്കുന്നത് നല്ല ഭംഗിയായില്ലേ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ ഇതുണ്ടല്ലോ, നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ഇറക്കാറാകുമ്പോഴത്തേന് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ചെറു ചൂട് മതി, ഒത്തിരി തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞാലും ഇത് തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. ചെറു ചൂട്, ഈ ചെറു ചൂടിലേക്ക്
നമ്മളത് ചെറിയ ചൂട് മതി, അത് വാങ്ങുവാണ്. വാങ്ങിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഉണ്ടോ? ഇതാണ് ഈ മോരിൻ്റെ നിറം വേണ്ടത്. അല്ലാതെ മഞ്ഞൾ കൂടുതൽ ചേർക്കരുത്. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്താൽ ഒരു വല്ലാത്ത രുചിയായിപ്പോവും. അതുകൊണ്ട് മഞ്ഞൾ കൂടുതൽ ചേർക്കരുത്. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം, വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. നല്ല അടിപൊളി മോര് കറിയാണ്, പുളിശ്ശേരിയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, താങ്ക് യു.